നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രധാനമായിട്ട് നോക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. അത് അപ്പം ഈ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നല്ല, ഇതെങ്കിലും പഠിച്ചിട്ട് പോണം എന്നാണ് നമ്മൾ അവർ ഫിൽട്ടർ ചെയ്തെടുത്തേക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. 2021 മുതൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്തായാലും പഠിക്കണം, ബാക്കിയുള്ളതെല്ലാം പഠിക്കണം. ഇത് എന്തായാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക് ആയിട്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക് മാത്രം പഠിച്ചിട്ട് പോണം എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊരു നമ്പർ കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിലെന്താണ്, സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. പ്രിലിംസിന് ഇംഗ്ലീഷ് ബാച്ചും മലയാളം ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. ഇംഗ്ലീഷ് മലയാളത്തിലാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാം, മലയാളം പഠിക്കണമെങ്കിൽ മലയാളം പഠിക്കാം. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻ കാർഡ് ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ പർച്ചേസ് ചെയ്ത് അപ്പൊ അതിലെല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റിന് നമ്മൾ SCRT ചാപ്റ്റേഴ്സും അല്ല, NCERT ചാപ്റ്റേഴ്സ് കുറച്ചധികം നോക്കേണ്ടതുണ്ട്. സോ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൽ എല്ലാ NCERT ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളിലാണെങ്കിൽ പോലും ആ ടോപ്പിക് പ്ലസ് NCERT ചാപ്റ്റേഴ്സ് കൂടെയാണ് നോക്കേണ്ടത്, പ്ലസ് കറണ്ട് അഫയേഴ്സും കൂടെയാണ് നോക്കേണ്ടത്. അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങള് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിമിനറിയുടെയും മെയിൻസിന്റെയും ഒക്കെ സിലബസ് ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കുക. അപ്പം നമ്മൾ ഏത് എക്സാം ആണോ നമ്മൾ എഴുതാൻ പോകുന്നത്, അത് എന്താണ് ചോദിക്കുന്നത്, അതിന്റെ സിലബസ് എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് എന്തൊക്കെ പഠിച്ചു എന്നെങ്കിലും ജസ്റ്റ് അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോവുക, പിന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യാം, പ്രിലിമിനറി എക്സാംസിന്റേതാണ്. അപ്പൊ പ്രിലിമിനറിക്കും മെയിൻസിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ടോപ്പിക് ഒരുമിച്ച് തന്നെ പഠിച്ചു പോവുക. കാരണം നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്ക് എക്സാം വരുന്നത് മെയ് ജൂലൈ ആണ്. പ്രിലിമിനറി മെയ് ജൂലൈ ആണ്. നമ്മുടെ മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ ആണ്. നമ്മുടെ PSCയുടെ കലണ്ടർ പ്രകാരം, ആനുവൽ കലണ്ടർ പ്രകാരം നമുക്ക് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് വരുന്നത്. പ്രിലിംസ് വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ്. അപ്പൊ നമുക്ക് ഒരു മാസം മാത്രമേ കിട്ടുള്ളൂ. ഇതിന്റെ ഇടയിൽ നമുക്ക് പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാല് മെയിൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസമേ കിട്ടത്തുള്ളൂ. നമുക്കിപ്പോ ആദ്യത്തെ ഇപ്പൊ മെയ് തൊട്ട് ജൂലൈ വരെ എക്സാം ഉണ്ട്, ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെ ഉണ്ട്. എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യത്തെ സ്റ്റേജ് ആയിരിക്കും നമുക്ക് എന്ന് വിചാരിച്ച് തന്നെ പോണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ഞാൻ ഇതിന്റെ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ചോദിക്കുന്നത്, കോമൺ ആയിട്ട് ചോദിക്കുന്നതെന്ന് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസ് പഠിച്ചു തുടങ്ങാം. അതായത് ഇതിൽ കോമൺ അല്ലാത്ത ടോപ്പിക്കുകൾ, സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട്. പിന്നെ നമുക്ക് എന്താണ്, ഒരു പേപ്പർ 2 ഉണ്ട്, എക്സ്ട്രാ ഒരു പേപ്പർ 2. അതൊക്കെ നമുക്ക് പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം. അല്ലാതെ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് അടുത്ത സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ട് പഠിക്കാം, പ്രിലിമിനറി കിട്ടിയിട്ട് പഠിക്കും. കിട്ടിയില്ലെങ്കിൽ വെറുതെ പഠിക്കണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റിൽ ഇരിക്കരുത്. അവസാനം കിട്ടിക്കഴിഞ്ഞിട്ട് അതും ഇല്ല ഇതും ഇല്ലാണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഹിസ്റ്ററി 10 മാർക്ക്, ജിയോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്ട് ലിറ്ററേച്ചർ ഒക്കെ 10 മാർക്ക്, കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5, മാത്സ് ആൻഡ് റീസണിംഗ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. ഇത് മൂന്നുമാണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. പ്രിലിമിനറി നേടാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ആണ്. അപ്പൊ അതെന്താണ്, 50 മാർക്കായില്ലേ. ബാക്കിയുള്ളത് കിട്ടും. പഠിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതില് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വേറെയാണ്. മെയിൻസിന്റെ പേപ്പർ 1 ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി 7 ആയിരിക്കും, ജിയോഗ്രഫി 7. കണ്ടില്ല, അതിന്റെ വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. ഹിസ്റ്ററിയുടെ വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 10 ആയിരുന്നു, ഇവിടെ 7. ജിയോഗ്രഫി കൂടിയിട്ടുണ്ട്. എക്കണോമിക്സ് 7, സിവിക്സ് 7, ഫിസിക്സ് 7, കെമിസ്ട്രി 7, ആർട്സ് 8. ഇവിടെ 10 ആയിരുന്നു, 8 ആയി. പിന്നെ സ്പോർട്സ് 3. ഇത് സ്പോർട്സിൽ കൂടെ ആയിരുന്നു, അല്ലാണ്ട് മാറ്റിയിട്ടുണ്ട്. 5 ആയിരുന്ന കമ്പ്യൂട്ടർ 6 ആയി. 20 ആയിരുന്ന റീസണിങ് മാത്സ് 15, ഇംഗ്ലീഷ് 13 ആക്കിയിട്ടുണ്ട്, മലയാളം 13. ഇത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക കേട്ടോ. നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, ഇപ്പം ഹിസ്റ്ററി പറഞ്ഞല്ലോ,
ഇതിൽ 10, അതിൽ 7 മാർക്കാണ്. കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ ഇത് മാത്രം, ഈ ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ട് പോയാൽ നിങ്ങൾ പാസ്സാവുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഇത് പഠിക്കണം. ഇപ്പം ഈ ഹോട്ട് ടോപ്പിക്സുകൾ മാത്രം പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പറ്റും എന്നല്ല പറയുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. ഇത് പഠിച്ചിട്ട് തന്നെ പോകണം. കാരണം 2021 മുതലുള്ള നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ POQ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഇതാണ് അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് പോകരുത്. അത് പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി എടുക്കുക. കേരളം ഉണ്ട്, ഇന്ത്യ ഉണ്ട്, വേൾഡ് ഉണ്ട്. കേരളത്തിൽ നോക്കേണ്ടത് ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, പിന്നെ വിനോദസഞ്ചാരികളും കൃതികളും, പിന്നെ നമ്മുടെ കേരളത്തിലെ മാർത്താണ്ഡവർമ്മ, സ്വാതന്ത്ര്യം, ഇതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഐക്യ കേരള പ്രസ്ഥാനം. പിന്നെ ഇന്ത്യ ആണെങ്കിൽ അതിൽ മുഗൾ കാലഘട്ടം ചോദിക്കും, അതിൽ അക്ബറാണ് കുറച്ചധികം ചോദിക്കുന്നത്. പിന്നെ സ്വാതന്ത്ര്യ സമരം ചോദിക്കും. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, അമേരിക്കയൊക്കെ ഉണ്ട്. ഫ്രഞ്ചും അമേരിക്കയാണ് ഇമ്പോർട്ടന്റ്. പ്ലസ് ഇതിന്റെ NCERT ചാപ്റ്റേഴ്സ് നോക്കുക. NCERT ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൂടി നോക്കുക. ഇനി ജിയോഗ്രഫിയിലേക്ക് വരുമ്പോ കേരളത്തിലെ നമ്മുടെ പശ്ചിമഘട്ടവും നമ്മുടെ നദികളുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഇന്ത്യയിൽ വരുമ്പോഴും നദികൾ നോക്കുക. ഉത്തരപർവ്വത മേഖല അത് മൊത്തം നോക്കണം. പിന്നെ ചുരങ്ങളും മണ്ണിനങ്ങളും എല്ലാ എക്സാംസിനും, ഡിഗ്രി ലെവൽ മാത്രമല്ല LDC ആയിട്ട് എന്ത് എക്സാം ആയാലും മണ്ണിനങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ വേൾഡ് വരുമ്പോഴത്തേനും എർത്ത് പഠിക്കുക, അറ്റ്മോസ്ഫിയർ, റോക്സ് പഠിക്കുക, മാപ്സ്. പിന്നെ എന്താണ്, NCERT ചാപ്റ്റേഴ്സ് കൂടെ നോക്കണം. അപ്പൊ ഈ NCERT ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. NCERT അവൈലബിൾ ആണ്, SCERT അവൈലബിൾ. ഇനി വരുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നമുക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പ്രോബ്ലമാറ്റിക് ആയിരിക്കും ചോദിക്കുന്നത്. നാഷണൽ ഇൻകം, GDP, NNB ചോദിക്കും. അതിന്റെ പ്രോബ്ലംസ് നന്നായിട്ട് നോക്കുക. പ്രോബ്ലംസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ നമ്മളെ ടാക്സ്, GST നോക്കുക. കൗൺസിൽ ടാക്സ്, അതിന്റെ റാങ്കിങ് കാര്യങ്ങൾ നോക്കുക. പിന്നെ നിതി ആയോഗിന്റെ റാങ്കിങ് ഉണ്ടല്ലോ, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടുപോകുക. നിതി ആയോഗിന്റെ റാങ്കിങ് നോക്കുക. പിന്നെ അതിന്റെ സ്കീംസ്, ടാക്സ്, കൂടാതെ എന്താണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെയാണ്. പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിക്സില്. പിന്നെ സിവിക്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് നോക്കണം. RTI, പോക്സോ, പൊളിറ്റിക്കൽ പാർട്ടീസ് നോക്കുക. പ്ലസ് കറണ്ട് അഫയേഴ്സ്, അതിന്റെ കറണ്ട് അഫയേഴ്സ് നോക്കാം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് RTIയും പോക്സോ എന്നും പറയുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോ അമെന്റ്മെന്റ്സ്, മൗലികാവകാശങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ നോക്കണ്ടെന്നല്ല, അമെന്റ്മെന്റ്സ് ആണ് ഇതിൽ കൂടുതലായി. ഡിഗ്രി പ്രിലിംസിന് നമ്മള് ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, LDC ഒക്കെ നോക്കുകയാണെങ്കിൽ വേറെ ആണല്ലോ. അപ്പൊ ഇതിൽ എന്താണ് അമെന്റ്മെന്റ്സ് നോക്കുക. പിന്നെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്, ഈ 42, 44, 73, 74, 106, 101 ഒക്കെ എന്താണ് വളരെ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ആർട്ടിക്കിൾ ചോദിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒൺവേർഡ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇരിക്കുക. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ് നോക്കുക. റിട്ട് കുറച്ചേ ഉള്ളൂ, റിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതിൽ നിന്നും ചോദിക്കാറുണ്ട്. ആർട്സ് കുറച്ചധികം പഠിക്കാനുണ്ട്. കലാരൂപങ്ങളുണ്ട്. പിന്നെ സ്പോർട്സിലാണെങ്കിൽ ഓരോ സ്പോർട്സ് പഠിക്കുക. അതിന്റെ വേദികള്, അതിന്റെ കായിക താരങ്ങൾ, അതിന്റെ വേദികളും, പിന്നെ ഒളിമ്പിക്സ്, അതിൽ ജയിച്ചവര് അവർ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. പിന്നെ ലിറ്ററേച്ചർ ആണെങ്കിൽ കൃതികള്, കർത്താവ്, അതിലെ കഥാപാത്രങ്ങൾ, ഈ കൃതിയിലെ ഏത് കഥാപാത്രം അങ്ങനെ ചോദിക്കും. പിന്നെ തൂലികാ നാമം ചോദിക്കും. സിനിമകൾ ചോദിക്കും. സാഹിത്യ അവാർഡുകൾ, എല്ലാ അവാർഡുകളും ചോദിക്കും. അത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. എല്ലാ സാഹിത്യ അവാർഡുകളും ചോദിക്കാറുണ്ട്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരുമ്പോൾ ആദ്യത്തെ അവാർഡ് കിട്ടിയതും ഇപ്പൊ കിട്ടിയതും ഒക്കെ ആയിട്ട് ചോദിക്കും. പിന്നെ IT നമ്മൾ സാധാരണ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതിലെ മെമ്മറി, നെറ്റ്വർക്ക്, IT ആക്ട്, സൈബർ ലാ. ഓക്കെ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ISRO, NASA ആണ്. കൂടുതലും കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. പിന്നെ നമ്മള് ബാക്കിയില്ല ബയോളജി അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതോടെ ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. ഇത് മാത്രം നോക്കിയത് കൊണ്ട് പ്രിലിംസ് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെന്താണ്, കെമിസ്ട്രി, ഫിസിക്സ്, പിന്നെ ബയോളജിക്ക് പകരം നമ്മുടെ ലൈഫ് സയൻസ് എന്നാണല്ലോ, അത് ഇതിലാണുള്ളത്. അപ്പൊ അത് പിന്നെ പഠിച്ചാലും മതി. സിവിക്സ് രണ്ടിലും ഉണ്ട്. അപ്പം സിവിക്സ് നമുക്ക്
പ്രിലിംസിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് പേപ്പർ 2-ലും കുറച്ചധികം വരുന്നുണ്ട്. അപ്പൊ പ്രിലിമിനറി നോക്കുന്നവര് ആദ്യം പ്രിലിമിനറി ആണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ രണ്ടും കോമൺ ഉള്ള ടോപ്പിക് എടുത്ത് പഠിച്ചു പോവേണ്ടതാണ് പറയുന്നത്. ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇതില്. പിന്നെന്താണ് ഈ 3 20 20 10 ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 50 കിട്ടും. നമുക്ക് ഇതിൽ നിന്ന് ഒരു 45ഓളം കിട്ടിക്കഴിഞ്ഞാല് പകുതിയോളായി. ബാക്കി നമുക്ക് ഇത്രയും ടോപ്പിക്കിൽ നിന്നൊരു എടുത്താൽ മതി. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് എത്രയാവും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയും ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, പഠിക്കാതെ പോകരുത് എന്നാണ് ഈ ഹോട്ട് ടോപ്പിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമുക്കപ്പോ ഈ പറഞ്ഞതുപോലെ ഈ കോഴ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്താണ് ഈ NCERT, SCERT, ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് അത്ര പ്രശ്നം വരില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ടല്ല നമുക്ക് സിലബസ് തന്നിരിക്കുന്നത്. പ്ലസ് എല്ലാത്തിന്റെയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതുണ്ടല്ലോ, ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൽ പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് സിലബസിൽ. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാം നന്നായിട്ട് പഠിക്കുക. നമുക്ക് ആപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളത് ജോയിൻ ചെയ്തിട്ട് പഠിക്കാന്നുള്ള അതിൽ നിങ്ങൾക്ക് എല്ലാ സിലബസും കവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് യൂട്യൂബിൽ ചാനലിൽ കൂടെ എല്ലാ മാസത്തെ ഇടുന്നുണ്ട്. ജസ്റ്റ് 2024 2025 മെയ്യിലാണല്ലോ എക്സാം തുടങ്ങുന്നത്. അപ്പൊ അതുവരെ ഉള്ളതെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.